ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മൊബൈൽ നമ്പർ എങ്ങനെയാണ് റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വഴി എങ്ങനെ റീചാർജ് ചെയ്യാം, അതുപോലെ ഗൂഗിൾ പേ വഴി എങ്ങനെ റീചാർജ് ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മൾ മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യുന്നതിനെ പറ്റി ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എയർടെൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എയർടെൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ആദ്യം കാണുന്ന ഓപ്ഷൻ റീചാർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം, അല്ലെങ്കിൽ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ആയിട്ട് റീചാർജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആയിട്ട് പ്രീപെയ്ഡ് ആണോ പോസ്റ്റ് പെയ്ഡ് ആണോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ പ്രീപെയ്ഡ് ആണ് റീചാർജ് ചെയ്യാൻ പോകുന്നത്, അതിനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് മൊബൈൽ നമ്പറിലേക്കാണ് റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൊബൈൽ നമ്പറിലുള്ള പ്ലാനുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏത് തരം പ്ലാനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഒരു പ്ലാനുകൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്തി മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പ്ലാനുകളുണ്ട്, അതെല്ലാം നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻ ഏതാണോ ആ ഒരു പ്ലാൻ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 56 ദിവസം വാലിഡിറ്റി ഉള്ള 1.5 GB ഡാറ്റ ഡെയിലി ഉള്ള ഒരു പ്ലാനാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് 579 രൂപയാണ് ചാർജായിട്ട് ഈടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് പ്ലാനാണോ നിങ്ങൾ റീചാർജ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പ്ലാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. ആ പ്ലാനുകളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 579 രൂപയുടെ പ്ലാനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അൺലിമിറ്റഡ് കോളും 1.5 GB ഡാറ്റയും അതുപോലെ 56 ദിവസം വാലിഡിറ്റിയുള്ള പ്ലാനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഓക്കെ ആണെങ്കിൽ താഴെയുള്ള റീചാർജ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് തുറന്നു വരും. UPI ID ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങളുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു, അതായത് റീചാർജ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും 579 രൂപ ഡെബിറ്റായി പോയിട്ടുണ്ട്. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. റീചാർജ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എയർടെൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന വിവിധ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.